പറഞ്ഞ പോലെ തന്നെ മേപ്പാടിയിലെ സ്കൂളിലുള്ള ക്യാമ്പിലാണ്. എൻ്റെ കൂടെ പ്രശാന്ത് ഉണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ആ മല കഴിഞ്ഞു പോയിട്ട് ആ അമ്പലം കാണാതായി, അതിനപ്പുറത്ത് 3 പാടികളുണ്ടായിരുന്നു. അവിടെ നിന്ന് പാടികളെല്ലാം ഒലിച്ചു പോയി എന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരിടത്ത് താമസിച്ചിരുന്നത് പ്രശാന്താണ്. പ്രശാന്ത് ഒറ്റടിക്ക് അങ്ങോട്ട് പോയി എന്നല്ലാണ്ട് ഒന്നും പറയാനില്ലല്ലോ അല്ലേ? അതെ, ഞങ്ങൾക്ക് പിന്നെ ആ മഴ ഒരു 7 മണിയാകുമ്പോഴാണ് മഴ ലേശം ശക്തമാകുന്നത്. ആ ശക്തമായപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഏട്ടൻ വിളിച്ചിരുന്നു, മൂത്തേട്ടൻ വിളിച്ചു മാറാൻ പറഞ്ഞ എൻ്റെ ഒരു ഇളയൊരു ഏട്ടനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇട്ട ഡ്രസ്സോട് കൂടി അങ്ങോട്ട് മാറി പിന്നെ ഞങ്ങൾ താമസിച്ച ക്വാർട്ടേഴ്സ് മുഴുവൻ പോയി. ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, വേറെ ബൈക്ക് ഞങ്ങൾ ഒരുക്കി കൂട്ടി വെച്ച എല്ലാം പോയി. ഒന്നുമില്ല ഞങ്ങൾക്ക്. ഇനി ഒരു ഏട്ടനെ ഇനിയും കിട്ടാനുണ്ട്. ഏട്ടൻ്റെ മോനെ കിട്ടി, ബാക്കി ഞങ്ങളെ നാട് മൊത്തം ഞങ്ങൾ ചതിച്ച് എല്ലാം പോയി. ഇനി അങ്ങോട്ട് എന്തെന്നുള്ളത് ആണ് പ്രശ്നം. ഈ വീട്ടും കുടുംബമൊക്കെ പോകുന്നു അല്ലേ? 2 ചേട്ടന്മാരും ഇവിടെ. ഒരു ചേട്ടൻ പോയി, കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല. നിങ്ങൾ കുടുംബമായിട്ട് പോകുന്നു? പോകുന്നു. മോളെ എവിടെ പഠിക്കണേ? മേപ്പാടി. പേരെന്താ? വിദ്യ. മോള് പഠിക്കുന്ന ഈ സ്കൂൾ തന്നെയാണ്? അല്ല, വിട്ടൊരു കോളേജ്. +2 അല്ലേ? പഠിച്ചിരുന്ന സ്കൂള് വെള്ളർമല സ്കൂളല്ലേ? ആ സ്കൂള് ആണ് ഇപ്പം ഇല്ലാണ്ടായത്, പോയി അല്ലേ? പ്രദേശം മുഴുവൻ എല്ലാം പോയി. കുറേ 500-ൽ കൂടുതൽ ആളുകളെ നഷ്ടപ്പെട്ട് വീട് ഒരു സൈഡ് തന്നെ 100 ചില്ലറ നമ്മളെ ചുരൽമല 100 ചില്ലറ വീടുകൾ പോയി. 500-ൽ കൂടുതൽ ആളുകൾ പോയിട്ടുണ്ട്. കുറേ ആളുകളെ കിട്ടി, ഇനിയും കുറേ ആളുകളെ കിട്ടാനുണ്ട്. എന്ത് ചെയ്യും എന്നുള്ളത് ഇനിയിപ്പോൾ നാളെ എന്ത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ക്യാമ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവില്ലല്ലോ. ഇനി എങ്ങനെയാണ് നാളേക്കുള്ളത് ഗവൺമെൻറ്റും എല്ലാം കാണുന്നത് എന്നുള്ളതാണ് ഞാൻ അറിയേണ്ടത്. എല്ലാവരും ഒന്നിച്ചുണ്ടാവും. ഒരു കാര്യത്തിലും അക്കാര്യത്തിൽ നമ്മൾ എല്ലാവരും ഉണ്ട്. നമുക്ക് നാളെ പറ്റിയിട്ടുള്ള ആശങ്ക ഒക്കെ ഉണ്ട്. എന്നാലും ഈ നാടൊപ്പം നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന് പറയാൻ ഇപ്പം എനിക്ക് പറ്റുള്ളൂ. അതുണ്ടാവുകയും ചെയ്യും. അവർ ഉറപ്പേ തരാനുള്ളൂ. മോളുടെ സ്കൂൾ പുസ്തകം ഇതൊക്കെ പോയിട്ടുണ്ടാവും. എല്ലാം കഴിഞ്ഞ് അവസാന നിമിഷം പെട്ടെന്ന് പോരുമായിരുന്നു അല്ലേ? എങ്ങനെ മോളെ ഈ വെള്ളം വന്ന് കയറുമ്പോൾ പെട്ടെന്ന് ചെളി നിറയായിരുന്നു അല്ലേ? ഞങ്ങൾ പെട്ടെന്ന് മാറി അവിടെ നിന്ന്. അവിടെയും മൊത്തം പെട്ടെന്ന് അന്ന് പോകുന്നതാ നിങ്ങൾ എല്ലാവരും കൂടി? ഞങ്ങളന്ന് പോകുന്നത് തന്നെയായിരുന്നു. മക്കളും കുടുംബമൊക്കെ എല്ലാവരും പോകുന്നത്. വീട് വില്ലേജിന്റെ അപ്പുറത്തൊക്കെ ഞങ്ങളെ വീടിനെ അത്ര ബാധിച്ചിട്ടില്ല. ഇവര് മകൾ ഇരിക്കുന്ന വീടിനാണ് ബാധിച്ചത്. അവരെ നിൽക്കുന്നത് 1 മണിക്ക് രാത്രിയൊക്കെ വെള്ളത്തിന്റെ അടിയിലായിരുന്നു ഞങ്ങൾ നീന്തുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതാണ്. വെള്ളത്തിന്റെ അടിയിലായിരുന്നു. മണ്ണും ഇതൊക്കെ വന്നിട്ട് കാലിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. നീന്തി കയറി പോരെയാണ് ചെടി കൂടെ അല്ലേ? അല്ല, ഞങ്ങള് വേറെ ഇരുന്നു. അതുകൊണ്ടൊന്നും അത്രയൊന്നും പറ്റിയിട്ടില്ല. ഭയങ്കര പേടിയായി. +2 കഴിഞ്ഞ് രാത്രി ഒരു 12 മണി 2 മണി ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. വാതിൽ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുമ്പോൾ അടിച്ച് കയറിയിരുന്നു വെള്ളം. പിന്നെ നമുക്ക് ഒന്നും എടുക്കാത്ത സാഹചര്യമാണല്ലോ. ഞങ്ങൾ എന്താക്കി വേഗം ഓടി രക്ഷപ്പെട്ടു. ഷബന. മൊത്തം പോയി. ഞങ്ങളും അങ്ങനെ തന്നെ. ഞങ്ങൾ 3 പേരെ ഒന്നിച്ച് കിടന്നിരുന്നത്. പക്ഷെ ഇവിടുന്ന് ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ അടിച്ച് കഥ തുറന്ന് നോക്കുമ്പോൾ മുന്നുഭാഗം പുറകുഭാഗം ഫുള്ള് വെള്ളം. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഓടി തൊട്ടടുത്ത വീട്ടിൽ കയറി നിന്നു. ചെളി കൂടെ വെള്ളത്തിൽ കൂടെ ഒക്കെ പോയി കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിന്റെ ആ സൈഡിൽ നിൽക്കുമ്പോഴാണ് 2ാമത്തെ പൊട്ട് കിട്ടുന്നത്. പിന്നെ എങ്ങനെയൊക്കെയാ ഇനിയിപ്പോ അങ്ങോട്ട് പോണത് പരാജയ.